Welcome to Flavors of India. മുണ്ടൻതുറൈ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ കാട്ടിനകത്ത് ഒരേ ഒരു കാട്ടുകോഴി ഒന്ന് പറന്നതേ മരത്തിന്റെ മേളിൽ കയറി അവിടെ നിന്ന് വീണ്ടും അവൻ ചാടിപ്പോയി. ഇങ്ങനെ പാസിങ്ങിൽ കണ്ടതാണ്. വനത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുറേ കോഴികളെ ഇങ്ങനെ കണ്ടു. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടത് കാട്ടുകോഴിയെ തന്നെയാണ്. പറന്ന് നടക്കുകയാണ് ഇവിടെ. ഇതൊട്ടും തന്നെ എന്താ പറയാ, ആൾക്കാരുടെ സ്പർശമേക്കാത്ത വെർജിൻ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. കാര്യം നല്ല ഒരു വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഏറ്റവും നല്ല ഒരു വനപ്രദേശം എന്ന് തന്നെ പറയാം. അധികം പൊല്യൂഷനൊന്നുമില്ല, അധികം പോച്ചേഴ്സില്ല, ആൾക്കാരെ ഒന്നും അധികം കടത്തി വിടുന്നില്ല. ഇത് ആ വനത്തിൻ്റെ അന്തരീക്ഷം അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണ് ഈ തമിഴ്നാട് സർക്കാർ. നോ ഡൗട്ട് ഇത് ഭയങ്കര നല്ല തിക്ക് ഫോറസ്റ്റാണ്. വനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ വനം. ശരിക്കും ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണേ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ. ഇപ്പോൾ നല്ല മഴക്കാലമാണ്, അതുകൊണ്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന കാഴ്ചയും കാണാം. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കൊന്നും വെള്ളം കുടിക്കാനായിട്ട് വേറെ സ്ഥലത്തേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. അതിന് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ആരും ഇപ്പോൾ പുറത്തേക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ധാരാളം പാമ്പുകളും ഇഷ്ടംപോലെ റെപ്റ്റൈൽസ്, പലതരം മൃഗങ്ങൾ, മാനുകൾ, മ്ലാവുകൾ, മങ്കീസ് എല്ലാം ഉണ്ട് ഇവിടെ ആവശ്യം പോലെ. പന്നികൾ, കാട്ടുപോത്ത് ഒക്കെ ഉണ്ട്. ഏറ്റവും വലിയ ആളിവിടെ ഉണ്ടല്ലോ ടൈഗറാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. പക്ഷെ അവരൊക്കെ കുറച്ച് ഷൈ ആയിട്ടുള്ളൊരു ജീവിയാണ്. നാണം കുണുങ്ങിയാണെന്നാണ് പറയുന്നത് ടൈഗർ. നാണം കുണുങ്ങിയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെന്ന ഏരിയയിലുള്ള അവസ്ഥ വേറെ. പക്ഷെ ഈ ഉൾക്കാടിൻ്റെ ഉള്ളിൽ എവിടേക്കോ ടൈഗർ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ തന്നെ ഒരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഉണ്ടല്ലോ ടൈഗർ ഇവിടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ടൈഗർ ഇസ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മൾ അതിനകത്ത് എവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുകയാണ്. നല്ല ശാന്തമായ അന്തരീക്ഷം. ഇവിടെ ഇപ്പോൾ ചെറിയ കിളികളുടെയും ചെറിയ പ്രാണികളുടെയൊക്കെ ചെറിയ ശബ്ദം, കാടിൻ്റെ സംഗീതം എന്ന് പറയില്ലേ, അതാണിപ്പോൾ കേൾക്കുന്നത്. ഇനിയും കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സർവയാർ ഡാമിൻ്റെ ആ പരിസരത്ത് എത്തും. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇനിയും കുറച്ച് ദൂരം സഞ്ചരിക്കാം. രണ്ട് പീകോക്സിനെ കാണുകയാണ്. രണ്ടുപേരും, ഒരാണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട്. അവരെന്തോ പറ്റിയെന്ന് അറിയാം, മഴയൊക്കെ നനഞ്ഞു, ദേഹം എല്ലാം നനഞ്ഞു. അത് കാരണം ഒരു പോസ്റ്റിൻ്റെ മേളിൽ കയറി ഇരിക്കുവാണ് ഉണക്കാനായിട്ട്. ദേഹമൊക്കെ ഒന്ന് ഉണങ്ങി വരണ്ടേ, അതിന് വേണ്ടി ഒന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പറന്നു പോവും. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്നവർ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് മുന്നോട്ട് തന്നെ പോകണം. ഡാം സൈറ്റ്, അതാണ് നമ്മളുടെ കംപ്ലീറ്റ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് അടുത്തത്. സർവലാർ ഡാമിൻ്റെ കറക്റ്റ് കാച്ച്മെൻറ്റ് ഏരിയയിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. ഇതിവിടെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡാമാണ്. പവർ ഹൗസ് ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ, കാര്യമായിട്ട് നമ്മൾ അകത്തേക്ക് പോയി ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ EBയുടെ പെർമിഷൻ വേണം, ഇലക്ട്രിസിറ്റി ബോർഡ്. കാര്യം ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡാം സൈറ്റാണ് ഇത്. കുറച്ചുകൂടെ ചെറിയ ഡാമാണ്. കരയാർ ഡാമിനെക്കാട്ടി ചെറുതാണ് സർവയാർ ഡാം. പക്ഷേ കണ്ടാലോ അത്ര ചെറുതൊന്നുമല്ല തോന്നുന്നത്. ഇതൊരു ഭംഗി നോക്കൂ, ബ്യൂട്ടിഫുൾ മലനിരകളും അതങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നടുക്കൊരു ഭയങ്കര നോക്കുമ്പോൾ സെൻറ്റർ പോർഷനിൽ ഒരു വലിയ മലയുണ്ട്. പ്ലസ് ചുറ്റും മലനിരകളും കോട ഇറങ്ങി നിൽക്കുന്ന മലനിരകൾ, പ്ലസ് മേഘങ്ങളിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നു. ശാന്തസുന്ദരമായി കിടക്കുന്നു ഇവിടുത്തെ ആ കാശ്മീർ ഏരിയ. ബ്യൂട്ടിഫുൾ റിസർവോയർ.
ഇതെല്ലാം ഷട്ടേഴ്സിൻ്റെ ഏരിയ ആണ്. ഇതൊരു വലിയ ഡാം പോലെ നമ്മൾക്ക് തോന്നും, പക്ഷേ ഇവരുടെ കണ്ണിൽ ഇതൊരു ചെറിയ ഡാമാണ്, സർവൈയാർ ഡാം. അപ്പോൾ അവരുടെ വാട്ടർ ലെവലിനൊക്കെ അവർക്കൊരു കണക്കുണ്ട്, അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഷട്ടേഴ്സ് തുറക്കുന്നതെല്ലാം. അപ്പോൾ ഇവിടെ നിന്നും പവർ ജനറേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഡാം സൈറ്റാണ് സർവൈയാർ ഡാം. ഇതും ഈ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡാം സൈറ്റാണ്. ഇത് ലോവർ ഡാം സൈറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട കരയാർ ഡാം അപ്പർ ഡാം സൈറ്റ്. ഇതെല്ലാം തന്നെ മുണ്ടൻതുറൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഡാം സൈറ്റ്സ് എല്ലാം കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മുണ്ടൻതുറൈ റിസർവ് ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗമാണ്. ഈ കാരയാർ ഡാമും സർവൈയാർ ഡാമും ഒക്കെ എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു പച്ചപ്പും, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ മഴയെല്ലാം മാറി കുറച്ച് അന്തരീക്ഷം കുറച്ച് ഡിഫറെൻ്റ് ആയി കഴിഞ്ഞു, കുറച്ചുകൂടെ വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. ഞാൻ കുടയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് കുടയില്ലാണ്ട് ഇപ്പോഴാണ് നിൽക്കുന്നത്. പക്ഷേ ഇനി എപ്പോൾ വേണമെങ്കിലും മഴ വരാം. കാര്യം അന്തരീക്ഷം കുറച്ചൊരു മഴക്കോളായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. എങ്കിലും ഇപ്പോൾ കംപ്ലീറ്റ് ആ ഒരു റെയിനൊക്കെ മാറിയിട്ടുണ്ട്. വെരി നൈസ്. കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് ഡാമിൻ്റെ എക്സാക്റ്റ് പൊസിഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. റിസർവോയർ ആൻഡ് ക്യാച്ച്മെന്റ് ഏരിയ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഇനി ഇവിടുത്തെ സ്പെഷ്യൽ, ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അല്ലേ? ഓക്കെ, ചിക്കൻ റോസ്റ്റ് കാണാൻ പോവാണ്. കിച്ചണിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഈ കിച്ചണിലെ വിശേഷങ്ങൾ. അപ്പോൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്ന രീതി നമ്മൾ കാണാൻ പോവാണ്. ചിക്കൻ റോസ്റ്റ് പച്ചമുളകുണ്ട്, പിന്നെ 1, 2, 3 ഒരു 4 പച്ചമുളക്, ഒരു കോഴി ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, സവാള ഒരു 2-3 സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ടൊമാറ്റോ, പിന്നെ കുറച്ച് പൊടി ഐറ്റംസ്. ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനത്തെ കാര്യം. ഇതും അങ്ങനെ തന്നെയാണ്. വെളിച്ചെണ്ണ കുറച്ച്, ബാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഒരല്പം വെളിച്ചെണ്ണ, ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഓക്കെ, കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇനി പച്ചമുളകുണ്ട്, പച്ചമുളക് 2 മുറിച്ചതാണ്, 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും, പച്ചമുളക് ഒരു 4. പച്ചമുളക് സവാള ഇട്ടു. ഇനി കുറച്ച് പുതിനയില. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും. അപ്പോൾ ഓരോന്നും 1.5 ടേബിൾ സ്പൂൺ വെച്ചാൽ, അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം. മുകളിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, കുരങ്ങന്മാരെ ഓടുന്നതിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. റൂഫിൻ്റെ മേളിൽ കൂടി കിടന്ന് ഓടുകയാണ്. ദേ പറയിൽ എത്തിക്കഴിഞ്ഞു, ആശാനെത്തി. ജനലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ എത്തി നോക്കി നിൽക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഹലോ, ഭക്ഷണത്തിന്റെ മണം കേട്ട് വരുന്നതാണ് ഇവിടെ. ഇനി 3 കാര്യങ്ങൾ: ഏലക്ക, പട്ട, ഗ്രാമ്പു. ജാതിക്ക ഉണ്ടോ ഇതില്? ഇല്ല, ഇതില് ജാതിക്ക ഇല്ല. ഏലക്ക, പട്ട, ഗ്രാമ്പു. 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നു.
ഗരം മസാലപ്പൊടി 3 ഐറ്റം, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്. ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. മുളക് പൊടി അത്ര മതി. കറി പൗഡർ ചേർക്കുന്നുണ്ട്, ചിക്കൻ മസാല കറി പൗഡർ. ഓക്കെ, അത് കുറച്ച് കൂടുതലായിട്ട് ചേർക്കും. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തു, പക്ഷെ അത് അത്ര മതി ഇപ്പൊ തൽക്കാലം. കാര്യം കറി മസാല ചേർക്കുന്നുണ്ട്. കറി മസാല പൗഡറിൽ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം വരുന്നതാണ്. റെഡിമെയ്ഡ് മസാല. അയ്യോ, ഇവിടെ ഭയങ്കര ബഹളമാണല്ലോ. കൊരക്കന്മാരെല്ലാരും കൂടെ ഈ റൂഫിന്റെ മേളിൽ കണ്ട് ചവിട്ട് നാടകം. ഒരു രക്ഷയില്ല, ഭയങ്കര ബഹളം. അയ്യോ, ഓടി ഓടി വരികയാണ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. മസാല മൂത്ത മണം വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പോലെ ആകും. 1 തക്കാളി. ഓക്കെ, ഒരു വലിയ തക്കാളി നീളത്തിലെ ചാറോട് കൂടി ഇടുകയാണ്. അപ്പൊ ഇപ്പൊ ഒരു കുഴമ്പ് പാകമായി കഴിഞ്ഞു മസാല. ഇതിലേക്ക് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി ഇച്ചിരി ഉപ്പ് പുരട്ടി വെച്ചിരിക്കുവാണ് അല്ലേ? ഓക്കെ, ഇതിനകത്തേക്ക് ചില്ലി ചിക്കൻ ഒക്കെ പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ചെറിയ പീസസ്. ഇപ്പൊ തക്കാളി, ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചിക്കൻ്റെ പീസസ് ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്, ചില്ലി ചിക്കൻ മാതിരി. എന്നിട്ട് പക്ഷേ ഇവിടുത്തെ യൂഷ്വൽ കഴുകലാണ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കഴുകിയിട്ടുണ്ട്, ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഇനി ഇതിൽ നിന്നും വെള്ളം ഇങ്ങനെ ഊറി വരും. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഒരു 1/4 കപ്പ് വെള്ളം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എങ്കിലും ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. ചിക്കൻ്റെ പീസസിൽ കുറച്ച് ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്, എങ്കിലും ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. അപ്പോൾ ആ ഉപ്പും കൂടി ചേർക്കും. അപ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തു. ഇനി പാത്രം അടച്ചു വെക്കാം. ഇനി ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു തള വന്ന് അല്പനേരം കഴിഞ്ഞിട്ടാണ് ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നത്. ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പ് മാറ്റിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തള വന്നല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ചിക്കൻ കറി മസാല പൗഡർ, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എല്ലാം പാകത്തിന് വെന്ത് ചാറെല്ലാം കുറുകി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പാകം. ഇനി അഥവാ വെള്ളം കൂടുതലുണ്ടെങ്കിൽ, ചാറുണ്ടെങ്കിൽ അത് വറ്റിച്ച് വരട്ടിയെടുക്കണം അല്ലേ? അതായത് റോസ്റ്റ് പോലെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടെങ്കിൽ ഒരു കറി മാതിരിയാകും. മസാല പോലെ ആണെങ്കിൽ കുറച്ചുകൂടെ തിക്ക് ഗ്രേവി. റോസ്റ്റ് ആണെങ്കിൽ നല്ല വറ്റിച്ച് അതിങ്ങനെ കുഴഞ്ഞൊരു പാകം. എന്നിട്ട് ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ റോസ്റ്റ് ഒന്ന് സ്വാദ് നോക്കാം. നല്ല മണം. നല്ല ഉപ്പും എരിവും മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. നല്ല നാടൻ രുചിയുള്ള ഒരു ചിക്കൻ റോസ്റ്റ്. കൊള്ളാം, ഭയങ്കര രസം. ഇത് എന്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാം? ചോറ്, ദോശ അല്ലേ? എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റ്. ഉണ്ടാക്കിയ ഉടനെയാണ് ഞാൻ എടുത്തത്. അതിങ്ങനെ ഇരുന്ന് പാത്രത്തിലിരുന്ന് ഇങ്ങനെ വറ്റി ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായിരിക്കുമ്പോൾ അതിൽ തന്നെ വെച്ചേക്കാം, സ്വാദ് കൂടും. അപ്പോൾ ഇറക്കുന്ന സമയത്ത് 2 മല്ലിയിലയും കൂടി ഇട്ട് പാത്രം ഒന്ന് അടച്ച് ഒന്ന് മാറ്റി വെച്ചാൽ നല്ല തുറക്കുമ്പോൾ നല്ല മണമായിരിക്കും അല്ലേ? നല്ല ടേസ്റ്റി ആൻഡ് എന്നും ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല മണവും രുചിയുമുള്ള ചിക്കൻ റോസ്റ്റ് റെഡി. ഇവിടെ സ്വാദുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പിന്നെ വേറെ കടകളൊന്നുമില്ല, ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കട. മാത്രമല്ല ഇവിടുത്തെ സ്വാദ് വേറെ ഒരു കടയിലുമില്ല. അപ്പം കൈപ്പുണ്യം അത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് തൈര് സാദമാണ് തയ്യാറാക്കുന്നത്, തൈര് സാദം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ. ഇവിടെ എല്ലാ കാര്യങ്ങളും 2 എണ്ണയുടെ മിക്സിങ് ആണ്. ഇതും 2 എണ്ണ മിക്സ് ചെയ്യോ? ഓക്കെ,
വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കിട്ടണം. എന്നാൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കും. തൈര് സാധമൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറി വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ ഒരു തൈര് സാധമൊക്കെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സാമ്പാർ സാധമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇപ്പോൾ കടുകൊക്കെ ഇട്ട് താളിച്ച് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില അരിഞ്ഞത്, പിന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ തൈര്, പാല്. ഓക്കെ, അപ്പോൾ കടുകിട്ട് താളിക്കാൻ പോണു. യെസ്, കറിവേപ്പില വേണ്ടേ? കറിവേപ്പില ഉണ്ട്. ഓക്കെ, മല്ലിയില മതി ഉള്ളതുപോലെ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, കടുക് പൊട്ടി പച്ചമുളക് ചേർത്തു. ഇനി ഇഞ്ചി അരിഞ്ഞത്, പിന്നെ തൈര് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പം എണ്ണ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ മിക്സ് ആണല്ലോ, 2 തരം എണ്ണയുടെ, അതുകൊണ്ടാണ് ഈ പതഞ്ഞ് വരുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നു ആദ്യമേ തന്നെ. അപ്പോൾ തൈര് ചോറിലേക്ക് മിക്സ് ചെയ്യാമോ? അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പിട്ട് വേവിച്ച ചോറാണിത്. നന്നായിട്ട് വെന്ത ചോറ്. പൊന്നിയരി ഇതിലൊക്കെ അല്ലേ, പൊന്നിയരി ചോറായിരിക്കും നല്ല അല്ലേ? പൊന്നിയരി നന്നായിട്ട് വേവിച്ച്. അപ്പോൾ വേവിച്ച ചോറിലേക്ക് കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ഭയങ്കര ഉച്ചയാണ്, വെയിലൊക്കെ മരണം മാറ്റി തന്നു. തൈരിരുന്ന പാത്രത്തിൽ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് യോജിപ്പിച്ച് അത് താളിച്ചതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി തൈര് അതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു പാക്കറ്റ് അതിലേക്ക് ഒഴിച്ചു. കുറച്ച് തൈര് ചോറിലേക്ക് ചേർത്തു. ഒരൽപ്പം ഉപ്പ് ചേർത്തു. അപ്പോൾ തിളയ്ക്കാനൊന്നും സമ്മതിക്കരുത്, ഒന്ന് ചൂടായാൽ മതി. ആ തൈരും ആ താളിച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് ചോറിന് കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ഇത് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്യാം. ചോറിനകത്ത് തൈര് ഒഴിച്ചിരുന്നു. ഉപ്പിട്ട് വേവിച്ച ചോറാണ്, നല്ല വേകണം. പിന്നെ താളിച്ച കാര്യങ്ങൾ കണ്ടല്ലോ, കടുക്, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില ഇട്ടു. കറിവേപ്പിലുണ്ടെങ്കിൽ അത് ഇടാന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു. അതായത് ഈ തൈര് ഇരിഞ്ഞ പാത്രത്തിൽ കലക്കിയ വെള്ളമാണ്, അപ്പോൾ ഇച്ചിരി മോര് പോലെ. അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു. ഒന്ന് ചൂടായാൽ മതി, കരി പിരിഞ്ഞു പോകും അല്ലെങ്കിൽ തൈര്. അത് അതോടുകൂടി എടുത്ത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൂസായിട്ടുള്ളതല്ല, കുറച്ച് കട്ടിയിലായിട്ടാണ്. ഒരുപാട് തൈര് ഒഴിക്കില്ല. ഈ രീതിയിലാണ് ഇവിടെ തൈര് സാധനം ഉണ്ടാകുന്നത്. ഇത്ര കട്ടിയിൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് ഒരുപാട് അലങ്കാരങ്ങൾ ഇവർ സാധാരണ ചേർത്ത് മുന്തിരിങ്ങ, പിന്നെ ഇത് എന്താ പറയുക, മാതളത്തിൻ്റെ അകത്ത് ഭാഗം ഇട്ട് ഇളക്കാം. ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു തൈര് സാധനം വെക്കുകയാണ്. തൈര് കൂടുതലും കൂടെ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ കട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ, അതല്ല ചിലർക്ക് ഭയങ്കര ലൂസായിട്ടുള്ള തൈര് സാധനമാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ മാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തൈരും പാലും കൂടെ ഒക്കെ ചേർത്ത്, കാര്യം ഇരിക്കുന്നവരും പുളി കൂടും. അല്ലെങ്കിൽ അന്നേരം ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഇച്ചിരി പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെല്ലാം കഴിച്ചാൽ അത് ഗംഭീരമായിരിക്കും. അപ്പോൾ ഈ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തൈര് സാധനം. വയറിന് ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് ശരി ചില പരിശോധിക്കേണ്ടതാണ് കുറച്ച് ടേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. മുന്തിരിക്കയും കൂടെ വെച്ച് തന്നു. അലങ്കാരം ഒട്ടും കുറയ്ക്കുന്നില്ല. ഇച്ചിരി തൈര് സാധനം കഴിക്കാം. ഇതും കൊള്ളാം.
എല്ലാം സുഖം, നല്ല ടേസ്റ്റാണ്. എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. സത്യത്തിൽ ആ മുന്തിരിങ്ങ ഇട്ടപ്പോൾ ഞാൻ കഴിച്ചിരുന്നത് മുന്തിരിങ്ങ ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ സാധാരണ അവിടെ അധികം ചെയ്യാറില്ല, പക്ഷെ അത് ഇട്ടത് ഭയങ്കര ടേസ്റ്റ്. അതറിയാം, എന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മുന്തിരിങ്ങയും കൂടെ വായിൽ കിട്ടിയപ്പോൾ ആ മുന്തിരിങ്ങയുടെ ഒരു സ്വീറ്റ്നെസ് കൂടി വന്നു. വെരി ടേസ്റ്റി, ഭയങ്കര കൈപ്പൊക്കെയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് ചെയ്താലും അത് സ്വാദാണ്. പുളിയെല്ലാം പാകം, ഒട്ടും കൂടുതലില്ല.